എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ US പ്രസിഡൻ്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ നയങ്ങളും അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികളുടെ ആ റിസൾട്ടും ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു ഇൻട്രസ്റ്റ്, അതൊരു താല്പര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് ടോട്ടലി ആഗോളതലത്തിൽ വേൾഡ് വൈഡായിട്ട് എല്ലാ മാർക്കറ്റിലും ഇന്ന് റിഫ്ലക്റ്റ് ചെയ്തത്. അത് നമ്മുടെ ഇന്ത്യയിലും ശരിക്കും നേരെ താഴത്തേക്ക് പോയി അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് വന്നിട്ട് അവസാന നിമിഷത്തിലാണ് നമ്മൾ ഒരു റിക്കവറി കണ്ടത്. ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കൂ, 22-ാം തീയതി അല്ലേ ഇന്ന്, നോക്കൂ, ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു സൈഡ് വേയിലൂടെ നേരെ ഡൗൺ താഴേക്ക് വരികയാണ് ചെയ്തത്. ഒരു സമയത്ത് 23,000-നും താഴെ ബ്രേക്ക് ചെയ്തു. പക്ഷേ നമ്മുടെ ഇന്നലത്തെ ലെവൽ 22,970 എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്തില്ല. ഇവിടെ നിന്നും ഒരു സുന്ദരമായ റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി അമേരിക്കയിലെ പുതിയ ഇറക്കുമതി ചുങ്കത്തെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചിരുന്നല്ലോ, അതിലേക്കാണ് ഇനി മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു വ്യൂ അതിലുണ്ടാവുക. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ പുതിയ ചുങ്കം ചുമത്തുമെന്നും വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല ഫെബ്രുവരി 1 മുതൽ, അടുത്ത മാസം 1 മുതൽ ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് 10% റേറ്റ് കൂടുതൽ ഇൻക്രീസ് ചെയ്യുമെന്നുള്ള ഒരു ന്യൂസ് കൂടെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഇന്ന് ഇൻഡെക്സുകളെല്ലാം തന്നെ 7 മാസത്തെ ഏറ്റവും ലോവിലേക്കാണ് വന്നത്. അതിനുശേഷം ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ബയ്യിങ് പ്രഷർ നന്നായി തന്നെ കണ്ടു. നിഫ്റ്റിയൊക്കെ 130ഓളം പോയിൻ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മിഡ് ക്യാപ്പ്, അതായത് വാല്യുവേഷൻ ആശങ്കകളാണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ മിഡ് ക്യാപ്പൊക്കെ 1% ഇന്ന് ഫോളോ ആയിരിക്കുന്നത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മാത്രമേ ഇന്ന് ഫോളോ ആയിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് റിക്കവർ ചെയ്തെങ്കിലും ഫോളാണ്. 1% നെഗറ്റീവാണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെ. ടോട്ടലി ഈ മാസം, അതായത് 2025 ജനുവരി നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 9.9% മുകളിലാണ് ഫാളായത്. അതോടൊപ്പം ഫിനാൻഷ്യലും ഇന്ന് അത്യാവശ്യം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനും പ്രത്യേകിച്ചും Q3 റിസൾട്ട്, അതായത് Q3 റിസൾട്ടിൽ ഈ സ്വകാര്യ ബാങ്കുകളുടെ പ്രവർത്തന ഫലം കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ചതിലും ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഒരു മികച്ചതായതാണ് ഇന്ന് ഫിനാൻഷ്യൽ ഇൻഡെക്സുകളിലൊക്കെ നല്ല ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിന് കാരണമായത്. അതോടൊപ്പം IT ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്ന് 2% പോസിറ്റീവിലാണ്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വേൾഡ് മാർക്കറ്റുകളുടെ ആ ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു റിക്കവറി മോഡിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകൾ ഇന്ന് വേറെ സിസ്റ്റത്തിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റം ഫോർമാറ്റിന് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കീപാഡൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഏതായിരുന്നാലും ഇന്ന് നമുക്ക് നാളെ നോക്കാം, പ്രോഫിറ്റാണോ ലോസാണോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായോ എൻട്രി കിട്ടിയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക. നമുക്കിന്ന് നോക്കാൻ നിവൃത്തിയില്ല. ഇനി ഇന്നലെ ചെയ്ത വീഡിയോ നോക്കി ചെയ്യണം. യൂട്യൂബിൽ പോയി എടുത്തു കഴിഞ്ഞാൽ, അതായത് വീഡിയോ സേവ് ആയിരിക്കുന്നതും സിസ്റ്റം ഫയലിലാണ്. സിസ്റ്റം ഫയൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ നോക്കണം. യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ അത് കോപ്പിറൈറ്റും കിട്ടും. അതുകൊണ്ട് റിസ്കിന് നിൽക്കുന്നില്ല. നിങ്ങൾ ട്രേഡ് ചെയ്തവർ നമ്മുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള ലെവലുകൾ നോക്കാം. ആദ്യമായിട്ട് നിഫ്റ്റി തന്നെ നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റിയിൽ നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് 22,367 താഴേക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് വരാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നിന്നും 22,490 താഴെ എൻട്രി എടുത്ത് വരാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഇത്. 1 അവർ ടൈം ഫ്രെയിമിൽ ഇനി അപ്സൈഡിലേക്ക് 22,750 മുകളിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലും 1 അവറിൽ നമുക്ക് ഇതിന് മുകളിൽ തന്നെ മതി. 23,020 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ അപ്സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൽ തന്നെയാണ്. ഒരു റിക്കവറി മോഡലാണ്. ഇവിടെ ഡബിൾ ബോട്ടമൊക്കെ ഫോമായിട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴത്തേക്കുള്ള ആ ഒരു വരവ് നിലച്ചു
എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആശിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. താല്പര്യം ഉള്ളവർക്ക്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാമിൽ പേഴ്സണലായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ വീഡിയോ അതുപോലെയുള്ള നമ്മുടെ സജഷൻ എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്, നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ നമുക്ക് 1 hour ടൈം ഫ്രെയിമിലേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 47,900 താഴെ 1 hour ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. നമുക്ക് 15 minutes ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ ഡൗൺ സൈഡിലേക്ക് ഇതിന് താഴെ എൻട്രി എടുക്കുക. 48,280 താഴെ 15 minutes ടൈം ഫ്രെയിമിലും എൻട്രി എടുത്ത് പോകാവുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ. അതേസമയം 1 hour ടൈം 15 minutes ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്ക് നമുക്ക് ഈ ഒരു സ്വിങ്ങിൽ നിന്ന് എൻട്രി എടുക്കുക. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണാണ് 49,090 മുകളിൽ 15 minutes ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം. അതേസമയം 1 hour ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഈ ഒരു ഹൈയിൽ നിന്ന് മതി 49,650 മുകളിൽ 1 hour ഫ്രെയിമിൽ എൻട്രി എടുത്ത് പോകാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ നാളെ വാച്ച് ചെയ്യാം. മറ്റൊരു കാര്യം, നാളെ നിഫ്റ്റി എക്സ്പയറിയാണ്, ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്തത് സെൻസെക്സ് ആണ്. സെൻസെക്സിൽ നമുക്ക് 15 minutes ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്വിങ്ങിൽ നിന്ന് എൻട്രി എടുക്കാം. 76,150 താഴെ അപ്പ് സൈഡിലേക്ക് 76,830 മുകളിലും 15 minutes ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം. 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു ഹൈയിൽ നിന്ന് 77,330 മുകളിൽ 1 hour ടൈം ഫ്രെയിമിൽ സെൻസെക്സിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. ഡൗൺ സൈഡിലേക്ക് 75,615 താഴെ 1 hour ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്കും സെൻസെക്സിൽ എൻട്രി എടുത്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ഇൻഡെക്സുകളും നാളെ വാച്ച് ചെയ്യാം. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക. കൃത്യമായ സമയത്ത് ഏത് ടൈം ഫ്രെയിമാണോ നിങ്ങൾ വാച്ച് ചെയ്യുന്നത് അത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുത്ത് പോവുക. സ്റ്റോപ്പ് ലോസ് കൃത്യമായി വയ്ക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെയും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.